Hi dears, welcome back to our physics class. Today we are going to take our fifth unit, work, energy and power. In the first portion of our chapter, starting with a conversation between father, mother and a son. അതായത് mother, in spite of installing the new pump, there is still delay while filling the ടാങ്ക്. അതായത് ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എന്ന് മദർ പറയാണ്. അപ്പോൾ ഫാദർ പറയുന്നുണ്ട്, വി ഷുഡ് ഹാവ് ബോട്ട് എ 1 HP പമ്പ് ഇൻസ്റ്റെഡ് ഓഫ് എ ഹാഫ് HP പമ്പ്. നമുക്കൊരു ഹാഫ് HP പമ്പിന് പകരം ഒരു 1 HP പമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ സൺ പറയുന്നുണ്ട്, ഡാഡി, വാട്ട് ഡു ഹാഫ് HP ആൻഡ് 1 HP മീൻസ്? എന്താണ് ഒരു HP അതുപോലെ ഹാഫ് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് മെയിനായിട്ട് നമ്മളിനി ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ഈ ഭാഗം വരുന്ന സമയത്ത് അത് പറയാം. ഓക്കെ, നെക്സ്റ്റ് here we can see some pictures. First one, a person pushing a trolley and a cricketer knocking down a ball and another person pushing a wall. Observe figure, try to write down the activities shown in them. ഈ ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മളോട് ഇവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എ മാൻ pushes a trolley and a man pushes a wall and a cricketer അല്ലെങ്കിൽ a batsman knock down a ball. ഓക്കെ, ഇത്രയാണ് ഇവിടെയുള്ള ആക്ടിവിറ്റീസ്. അത് നിങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ മോർ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഫെമിലിയർ ടു യു. ഇതുപോലെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്യാനാണ്. നോക്കൂ, എ മാൻ ക്യാരിങ് എ ലോഡ്, ഒരാൾ ഒരു ലോഡ് വഹിക്കുന്നത്. ആൻഡ് ഡ്രോയിങ് വാട്ടർ ഫ്രം വെല്ല്, നമ്മൾ കിണറിന്ന് വെള്ളം കോരുന്നത്. ആൻഡ് പുഷിങ് എ കാർ ഇൻ ടു മോഷൻ, ഒരു കാറിനെ നമ്മൾ ഉന്തിയിട്ട് ചലിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, ത്രോയിങ് എ ബോൾ, ഒരു ബോൾ എറിയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഞാൻ പറയാത്ത ആക്ടിവിറ്റീസും കൂടി ലിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് എഴുതി ചേർക്കുക. ഓക്കെ, സി വി നോ ദാറ്റ് വി ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ടു ഡു ആൻ ആക്ടിവിറ്റി, അല്ലേ? അതായത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനൊരു ഫോഴ്സ് കൊടുക്കണം, അല്ലേ? ഇപ്പോൾ നമ്മളൊരു കാറ്, ഒരു ട്രോളി, എന്ത് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്തും നമ്മൾ അവിടെ ഒരു ഫോഴ്സ്, നമ്മളൊരു ബലം കൊടുക്കുന്നതിൻ്റെ ബലം കൊടുക്കുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്കവിടെ ആ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുന്നത്. സോ ഫൈൻഡ് ഔട്ട് ദ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദി ടേബിൾ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കണമെങ്കിൽ ഏത് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ആ ഫോഴ്സ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അതിന് ഫോഴ്സ് കൊടുക്കുന്നത് എന്ന് ഈ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഫോളിങ് ഓഫ് എ മാംഗോ, ഒരു മാംഗോ താഴെ വീഴുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാവിറ്റേഷൻ പറഞ്ഞതാണ്. എന്തിനേയും എർത്ത് സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. സോ ദ എർത്ത് ഈസ് ദ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ആൻഡ് എ ട്രോളി ബീങ് പുഷ്ഡ്, ഒരു ട്രോളി നമ്മൾ തള്ളുന്നത്. ദ പേഴ്സൺ ഹു ഈസ് പുഷിങ്, അത് ആരാണോ തള്ളുന്നത് അയാളാണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീൻ്റെ ഫോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആ പുഷ് ചെയ്യുന്ന മാൻ. ആൻഡ് നോക്ക് ഡൗൺ എ ബോൾ, ഒരു ബോള് തട്ടിത്തെറിപ്പിക്കുന്നത് ക്രിക്കറ്റർ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്കിവിടെ എന്ത് എഴുതാം? പുഷിങ് എ വോൾ എഴുതി. അങ്ങനെയാണെങ്കിൽ പുഷിങ് എ വോൾ, ഇവിടുത്തെ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആരാണ്? ദ പേഴ്സൺ ഓഫ് പുഷിങ്, ആരാണോ അത് പുഷ് ചെയ്യുന്നത് അയാളാണ് അവിടുത്തെ ഫോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ലിഫ്റ്റിംഗ് എ ലോഡ്, ഒരു ലോഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്.
ദ പേഴ്സൺ ഓഫ് ലിഫ്റ്റിംഗ്. ആരാണോ ആരാണോ ആ ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നത് അയാളാണ് അവിടെ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിയും നടക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. സപ്പോസ് നമുക്കൊരു ഒരു നിർത്തിയിട്ടിരിക്കുന്ന കാറ് നമുക്ക് അവിടെ നിന്ന് തള്ളി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഫോഴ്സ് കൊടുത്തിട്ട് തള്ളി മാറ്റണം അതായത് ആ ഒരു കാറിന് മോഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. വിച്ച് മീൻസ് ഒബ്ജക്ട്സ് അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺലി വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദം. ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോഴ്സ് ആ ബോഡിയിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് കാറിൻ്റെ എന്താണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ബാറ്റ് വെച്ചിട്ട് ഒരു ബോൾ തട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ എന്താണ് ബോൾ തട്ടിത്തെറിപ്പിച്ച് ആ ബോളിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ബോളിനെ തട്ടിത്തെറിപ്പിക്കണം. അതായത് തട്ടിത്തെറിപ്പിക്കുക മീൻസ് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, does the displacement take place always in the direction of force applied? Is there any situation in which no displacement take place even when a force applied? ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവിടെയാണോ ആ ഭാഗത്ത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കാറ് നമ്മൾ മുന്നിലേക്ക് തള്ളി മാറ്റുകയാണെങ്കിൽ അല്ലേ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് ഫോർവേഡ് ഡയറക്ഷനിലാണ്. അല്ലാതെ നമ്മൾ മുന്നിലേക്ക് തള്ളുമ്പോൾ അത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വരുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥാനത്തേക്കുള്ള മാറ്റം. ഓക്കെ, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കൊടുത്തിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാത്ത സിറ്റുവേഷൻസ് ഉണ്ടോ എന്നാണ് നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് ഈ ഫസ്റ്റ് കേസിൽ നോക്കൂ, ഇവിടെ ഫസ്റ്റ് ഈ ഒരു ഫിഗറിനകത്ത് ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ഒരു വാൾ ഇദ്ദേഹം പുഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഈ വാളിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? പക്ഷേ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ? അദ്ദേഹം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ലെഗ്സ് അടക്കം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി സെയിം വേ നോക്കൂ, ഇവിടെ ഈ ഒരു ലോറി ഹെവി ലോറിയാണ്. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോറിക്ക് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ? ഈ ഒരു ചെറിയ ആൾ ഇതിനെ തള്ളിക്കഴിഞ്ഞാൽ ഈ ഒരു ലോറിക്ക് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? അതായത് പക്ഷേ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലേ? ഇനിയിപ്പം നമ്മൾ ഒരു ലോഡ് ക്യാരി ചെയ്തിട്ട് ഒരാളിങ്ങനെ സ്റ്റാൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതായത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്താണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അതുപോലെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്ന സിറ്റുവേഷൻസും നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദി ബോഡി ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസും നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ എ ക്രിക്കറ്റ് ബോൾ വെൻ ഹിറ്റ് ബൈ എ ബാറ്റ്. ഒരു ബാറ്റ് വെച്ചിട്ട് നമ്മളൊരു ക്രിക്കറ്റ് ബോൾ തട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് അല്ലേ? നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് എ മാൻ പുഷസ് എ ട്രോളി. ഒരു ട്രോളി ഒരാൾ ഉന്തുന്ന സമയത്ത് എന്താണ്? ആ ട്രോളിക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്ലൈംബിങ് എ ലാഡർ വിത്ത് എ ലോഡ് ഓൺ ഹെഡ്. നമ്മൾ തലയിലൊരു ലോഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു കോണി കയറിപ്പോകുന്നത്. ക്ലൈംബിങ് എ ലാഡർ വിത്ത് എ ലോഡ് ഓൺ ഹെഡ്. നെക്സ്റ്റ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ് എ വാൾ ഈസ് പുഷ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ചുമര് നമ്മൾ തള്ളുന്നത്. നെക്സ്റ്റ് എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ്. ഒരു മാൻ എന്ത് ചെയ്യാണ്?
ഒരു ലോഡും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം മൂവ് ചെയ്യുന്നില്ല, ലോഡും തലയിൽ വെച്ചിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ്, എ കാർ പുഷസ് ബൈ സിറ്റിംഗ് ഇൻസൈഡ് ദ കാർ. ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അത് തള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? നമ്മൾ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത, അതായത് കാറിനകത്ത് ഇരുന്ന് തള്ളിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞു, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ പുറത്തുനിന്നുള്ള ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലും പക്ഷെ ഇവിടെ എന്താണ്, ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളും ഈ ടേബിളിനകത്ത് നോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ടിവിറ്റീസിൽ ചില കേസിൽ എന്താണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ചില കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്തു എന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. വിച്ച് മീൻസ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ വർക്ക് ചെയ്തു എന്ന് പറയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലെല്ലാം, അതായത് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, അപ്പോൾ ഈ ആക്ടിവിറ്റീസിൻ്റെ കേസിലെല്ലാം നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല, ദർ ഈസ് നോ വർക്ക് ഡൺ. ബട്ട് ഇൻ ദീസ് സിറ്റുവേഷൻസ് ദർ ഈസ് വർക്ക് ഡൺ അല്ലേ? ഇവിടെ വർക്ക് എന്താണ്, ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻസ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. ഈ സിറ്റുവേഷൻസിൽ ഏത് കേസിലാണ് വർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയുന്നത്? യെസ്, ദ പേഴ്സൺ ലോഡഡ് ഓൺ എ ഹെഡ് ആൻഡ് ഗോസ് അപ്വേർഡ്. ഒരാൾ ലോഡ് എടുത്തുകൊണ്ട് മുന്നിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ദിശയിലേക്ക് ചലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാൻഡിങ്ങിലാണെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് വഹിച്ചിട്ട് അദ്ദേഹം മൂവ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ വർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയൂ. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതായത് ഒരു സ്ഥലത്ത് വർക്ക് നടന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ അവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ വർക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ ബോയ് പുഷ്ഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 30 kg horizontally across a floor through 50 meter. Another boy pushed an object of mass 50 kg across the same floor through 50 meter. Both of them gave the same speed for moving the objects. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, 30 kg മാസുള്ള ഒരു ഒബ്ജക്റ്റിന് 50 മീറ്റർ തള്ളി മാറ്റുന്നു. അതുപോലെ തന്നെ വേറൊരു കുട്ടി 50 kg മാസുള്ള ഒരു സാധനം 50 മീറ്റർ തള്ളി മാറ്റുന്നു. രണ്ടുപേരും 50 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ 30 kg ആണ് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്, സെക്കൻഡ് കേസിൽ 50 kg ആണ് വെയിറ്റ്. ഇതാണ് വ്യത്യാസം. ഇതിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. ഹു അപ്ലൈ ദ ഗ്രേറ്റർ ഫോഴ്സ് ഹിയർ? ഇവിടെ ആരാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? സെക്കൻഡ് ബോയ് ആണ്. കാരണം എന്താണ്, അത് 50 kg ഉള്ള ഒബ്ജക്റ്റിനെയാണ് തള്ളി മാറ്റുന്നത്. ഫസ്റ്റ് ബോയ് 30 kg ഉള്ള ഒബ്ജക്റ്റാണ് മാറ്റുന്നത്. ഇൻ വിച്ച് കേസ് വാസ് ദ വർക്ക് ഗ്രേറ്റർ? ഈ രണ്ട് കേസിൽ ഏതിലായിരിക്കും വർക്ക് കൂടുതൽ ഉണ്ടാകുന്നത്? സെക്കൻഡ് സിറ്റുവേഷനിലല്ലേ. കാരണം എന്താണ്, യെസ്, 50 kg മാറ്റണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. രണ്ടുപേരും ഡിസ്പ്ലേസ്മെൻറ്റ് 50 മീറ്റർ തന്നെയാണ്, പക്ഷേ അവർ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിലാണ് വ്യത്യാസമുള്ളത്. അപ്പം 50 kg മാറ്റണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. കൂടുതൽ ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് ചെയ്തു എന്നാണ് മീനിങ്. ഓക്കെ, ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് റൈറ്റ് ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക്.
ഇതിൻ്റെ ബേസിൽ നമുക്ക് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് പറയാം, ഫോഴ്സ് ആണെന്ന് പറയാം. കാരണം എന്താണ്, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ആ കുട്ടി രണ്ടാമത്തെ കുട്ടി കൂടുതൽ വർക്ക് ചെയ്തു എന്ന് പറയാൻ കാരണം. അപ്പോൾ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്, ഫോഴ്സ് ആണ്. നെക്സ്റ്റ്, എ ചൈൽഡ് പുഷ് an object of mass 30 kg across a horizontal floor through 20 meter. Another child pushes the same object through 30 meter. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, 30 kg മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ 20 മീറ്റർ തള്ളി മാറ്റുന്നു. രണ്ടാമത്തെ കുട്ടി 30 kg ഉള്ള അതേ സാധനം തന്നെ 30 മീറ്റർ മാറ്റുന്നു. ഒരാൾ 20 മീറ്ററും ഒരാൾ 30 മീറ്ററും സെയിം വെയിറ്റ്, അതായത് 30 kg. ത്രോ 30 meter on the same floor with the same speed. Both of them gave the same speed for moving the objects. അതായത് ഇവരെന്താണ്, രണ്ടുപേരും ഒരേ kg മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ 20 മീറ്ററും 30 മീറ്ററും മാറ്റുന്നു. രണ്ടാളും ചെയ്യുന്നത് സെയിം ഫ്ലോറിൽ തന്നെയാണ്, സെയിം സ്പീഡിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ ഒരു ഒബ്ജക്റ്റിനെ തള്ളി മാറ്റാൻ എടുത്തിട്ടുള്ള സ്പീഡ് സെയിം ആയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഹൂ പുഷ് ദ ഒബ്ജക്റ്റ് ടു ദി ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഹിയർ. ഇവിടെ ആരാണ് കൂടുതൽ ഡിസ്റ്റൻസിൽ ഇതിനെ തള്ളി മാറ്റിയിട്ടുള്ളത്? യെസ്, സെക്കൻഡ് ബോയ് ആണ് അല്ലേ. അതായത് അവനാണ് 30 മീറ്റർ തള്ളി മാറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് അബൌട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദം. ഇവിടെ അവർ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം രണ്ടുപേരും സെയിം ഒബ്ജക്റ്റിന് 30 kg ഉള്ള ഒബ്ജക്റ്റിനെയാണ് മാറ്റുന്നത്. ഇൻ ദിസ് കേസ് ഹൂ ഡിഡ് ഗ്രേറ്റർ വർക്ക്. ഇതിൽ ആരാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്? യെസ്, സെക്കൻഡ് ബോയ് ആണ്. കാരണം എന്താണ്? യെസ്, അവനാണ് കൂടുതൽ ഡിസ്റ്റൻസിൽ അതിനെ തള്ളി മാറ്റിയത്. ഫസ്റ്റ് കേസിൽ 20 മീറ്റർ ആണെങ്കിൽ സെക്കൻഡ് കേസിൽ അവൻ 30 മീറ്റർ അവന് തള്ളി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനാണ് കൂടുതൽ വർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് ഹിയർ. ഇവിടെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതായിരുന്നു? യെസ്, ഫോഴ്സ് ആയിരുന്നു അല്ലേ. ഫോഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. കൂടുതൽ ഫോഴ്സ് കൊടുത്ത ആളാണ് കൂടുതൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. സെക്കൻഡ് കേസിൽ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് നൽകിയ ആളാണ് കൂടുതൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? യെസ്, വൺ ഈസ് ഫോഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ചെയ്തിട്ടുള്ള വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് if a force of F Newton is applied continuously on a body and the body undergoes a displacement of S meter in the direction of the force, then the work done by the applied force is W equal to F into S. ഇവിടെ F എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ആണ് ആൻഡ് S ഈസ് ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് വർക്ക് ഡണ്ണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ ചോദിക്കും. സാധാരണ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? F ഇൻറ്റു എസ് ആണ്. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അത് ക്വസ്റ്റ്യനകത്ത് തരും. ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫോഴ്സ് ഓഫ് 10 Newton ഈസ് അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഓൺ എ ബോഡി ഇഫ് ദ ബോഡി അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 2 meter. Find out the magnitude of the work done by the force. ഇപ്പോൾ ഒരു 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ 2 meter ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഫും എസും എടുത്തെഴുതി ആൻഡ് W is equal to F into S, that is 10 into 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റിനകത്ത് സെൻറ്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിലാണ് തന്നെങ്കിൽ മീറ്ററിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ,
ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/100 ആണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തരുന്നത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല, മീറ്ററിൽ തന്നെ തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലേ. ഈ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ ജൂൾ എന്നാണ് പറയുന്നത്. ജൂൾ എന്ന പേര് പറയാൻ കാരണം, അതായത് ജൂൾ എന്ന സയൻറ്റിസ്റ്റിൻ്റെ നെയിമിൽ നിന്നാണ് ജൂൾ എന്ന് വർക്കിൻ്റെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹമാണ് ഈ ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി ഇതിലെല്ലാം ഒരു റിലേഷൻ കണ്ടെത്തിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ വർക്കിന് ജൂൾ എന്ന് യൂണിറ്റായിട്ട് കൊടുത്തത്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതിയാലും ജൂൾ എന്ന് എഴുതിയാലും കറക്റ്റാണ്. ആൻഡ് 1000 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ജൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടുഡേ വി ഹാവ് സ്റ്റാർട്ടഡ് our 5th യൂണിറ്റ് വർക്ക്, എനർജി ആൻഡ് പവർ. And today we have discussed with the topic work, and we have find that there are 2 factors influencing work. Which are they? That is, first one force and second one displacement. And work can be calculated by the equation W equal to F into S, where F is the applied force and S is the displacement on the displacement in the direction of force. So now we are going to wind up today's class. Thank you.